മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. കരുണയേഴും മമനാഥ എന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. ആഴമതിൽ ഞാൻ കീഴുകയാണ്, ആഴലുകൾ നീക്കണമേ. ആഴമതിൽ ഞാൻ കീഴുകയാണ്, ആഴലുകൾ നീക്കണമേ. എന്നോട് രോദനം നിരതം കേൾക്കാൻ നിൻ ചെവി ചായ്ക്കണമേ. എന്നോട് രോദനം നിരതം കേൾക്കാൻ നിൻ ചെവി ചായ്ക്കണമേ. കരുണയേഴും മമനാഥ എന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. നരരുടെ ദൃഷ്ടിയിൽ നിന്നും അവരുടെ സ്മരണയിൽ നിന്നുമിതം. നരരുടെ ദൃഷ്ടിയിൽ നിന്നും അവരുടെ സ്മരണയിൽ നിന്നുമിതം. മറയുകയാണീ കാലമതിനുടെ തിരശീലയതിനുള്ളിൽ. മറയുകയാണീ കാലമതിനുടെ തിരശീലയതിനുള്ളിൽ. കരുണയേഴും മമനാഥ എന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ.
കർത്താവിന്റെ മാലാഖ മറിയാമിനോട് വചിച്ചു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ ദാസേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വചനം ശരീരിയായി. സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യേശുമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര കർത്താവേ, മനുഷ്യനായി നടന്നിരിക്കുന്ന ഞങ്ങൾ അവന്റെ പീഡാനുഭവത്താൽ പുരുഷനാണ് ഉയർപ്പിന്റെ മഹിമയെ പ്രാപിക്കുവാൻ അനുഗ്രഹം ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശേഷിച്ച് വിശ്വാസികളുടെ ആത്മാക്കൾ എന്റെ കാരുണ്യത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ. ഈ ആഗ്രഹങ്ങളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹാ മുഖേന ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തെ ആമേൻ. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും വരാനിരിക്കുന്നവരുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ.
അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. കുറച്ചു മതിനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ ആനന്ദവും സന്തോഷവും ഉണ്ടെന്നേ തൃപ്തിയാക്കണമേ. ക്ഷീണിതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, ഒരു വെടിപ്പുള്ള ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിരുകൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. നിന്റെ നാൽബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ രമ്യപ്പെട്ടുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം കുറഞ്ഞ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയറും. ദൈവമേ, സുനിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ ഈ നിന്നുത്ഥാനത്തിൻ നാൾ വംശത്തലയാം ആദം മോദിക്കും നാഥ. സർവേശാ കൃപ ചെയ്തെന്നിൽ. നിന്നെ വൃതനായവർ കബറിൽ മുദ്രക്കല്ലും കാവലുമായി വെച്ചാൽ നാഥ. സർവേശാ കൃപ ചെയ്തെന്നിൽ. മിശിഹാവിൻമൺവാസികളെ ഉത്ഥാനത്താൽ മോദിപ്പിച്ചവനേ നാഥ. സർവേശാ കൃപ ചെയ്തെന്നിൽ. സൗരഭ്യക്കൂട്ടുമിടുന്ന ശിഷ്യ സ്ത്രീകൾ ചെന്നാൽ നിൻ കബറിൽ നാഥ. സർവേശാ കൃപ ചെയ്തെന്നിൽ. യോഹന്നാനും കീഴ്പ്പായും സന്തോഷത്താൽ ഓടി കബറെത്തി നാഥ. സർവേശാ കൃപ ചെയ്തെന്നിൽ. ബാരക്കുമോ ദേവാ, സ്തുതി നിൻ കരുണയ്ക്കും രക്ഷകനേ നിൻ കൃപയതിനും നിത്യം നാഥ. സർവേശാ കൃപ ചെയ്തെന്നിൽ. കുരിയനായിസോ മാർഗ്ഗമോൻ കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചു. എന്നോട് നീ ഉത്തരമരുളി. എന്റെ വചനങ്ങൾ സൂക്ഷിച്ചു കേൾക്കണമേ. എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പാകെ ധൂപംപോലെ, എന്റെ കൈകളുടെ കാഴ്ച സന്ധ്യാബലി പോലെ കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്കാര്യത്തിന് ചായുകയും ഞാൻ ന്യായമായി പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കുവാൻ എന്റെ വായ്ക്ക് കാവൽക്കാരനെയും എന്റെ അതിരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ടന്മാരോടുകൂടി ഞാനപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണമുണ്ട് എന്റെ ശിരസിനെ അഭിഷേകം ചെയ്യരുതേ. എന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദുഷ്ടതയ്ക്ക് എതിരായിട്ടാകുന്നു. അവരുടെ ന്യായാധിപന്മാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ പിളർക്കുന്ന കുഴി പോലെ പാതാളത്തിന്റെ വായ്ക്കരികെ അവരുടെ അസ്ഥികൾ ചിതറപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഞാൻ എന്റെ കണ്ണുകൾ നിന്റെ അടുക്കലേക്ക് എത്തി നിന്നിൽ ശരണപ്പെട്ടിരിക്കുന്നു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കിണകൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസകരുടെ കയ്യിൽ നിന്ന് എന്നെ
അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛൻ നമ്മുടെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം സന്ധ്യാപ്രാർത്ഥന നമുക്ക് തുടരാവുന്നതാണ്. ബഹുമാനപ്പെട്ട മദർ രമേഷി, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സന്തപ്ത കുടുംബാംഗങ്ങളെ, നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഇമൽഡ സിസ്റ്റർ ഈ ലോകത്തിൽ നിന്ന് തൻ്റെ സ്വർഗീയ നാഥൻ്റെ സന്നിധിയിലേക്ക് കടന്ന് പോയിരിക്കുന്നു. വളരെ നാളുകളായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ സിസ്റ്റർ അനുഭവിച്ചുവെങ്കിലും ഇത്രയും പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമെന്ന് നമ്മൾ ആരും വിചാരിച്ചു. ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ എനിക്ക് പരിചയം ചെറുട്ടക്കോണം മഠത്തിൽ വെച്ചാണ്. അവിടെ ഞാൻ വികാരിയായിട്ട് ഇരിക്കുമ്പോഴാണ് സിസ്റ്ററുമായിട്ട് അടുത്ത് ഇടപെടുന്നതിന് ഉള്ള അവസരം ലഭിച്ചത്. അന്ന് മുതൽ ഈ അടുത്ത നിമിഷം വരെയും സമയം വരെയും നല്ല ഒരു അമ്മയായി എന്നോട് സംസാരിക്കുകയും ഏത് തിരുനാളുകൾ വരുമ്പോഴും വിളിച്ച് ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ പല പ്രാവശ്യം വിളിച്ച് ആ മംഗളങ്ങളൊക്കെ നേരുകയും ചെയ്യുക പതിവായി. പിരപ്പങ്കോടായിരിക്കുമ്പോൾ ഏതാനും സമയം ഞാൻ ഇതിനു മുമ്പ് സിസ്റ്ററിനെ പോയി കാണുകയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സിസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ഒരു ഇരുത്തം വന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റർ. നല്ല അറിവും പ്രവൃത്തി പരിചയവും അനുഭവവും സഭാസ്നേഹവും സമൂഹത്തോടുള്ള വലിയ സ്നേഹവും അധികാരികളോടുള്ള അനുസരണവും വിധേയത്വവും അങ്ങേറ്റം പാലിച്ചിരുന്ന ഒരു ഉത്തമ സന്യാസിനി ആയിരുന്നു ഇമൽഡ സിസ്റ്റർ എന്ന് വ്യക്തമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ കുറിച്ച് പ്രത്യേകമായ കരുതലും സ്നേഹവും മറ്റുള്ളവരെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മയും ചിന്തയും ഒക്കെ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും പുലർത്തിയിരുന്ന ഒരു സിസ്റ്ററായിരുന്നു. നമുക്കറിയാവുന്ന പോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം അതൊന്നും പുറത്ത് കാണിക്കാതെ, അതിൻ്റെ വിഷമങ്ങളൊന്നും ആരെയും അറിയിക്കാതെ വളരെ ശാന്തതയോടും സരസമായിട്ടും തൻ്റെ ജീവിതത്തെ നോക്കിക്കാണുവാൻ പരിശ്രമിച്ച ഒരു പ്രിയപ്പെട്ട സിസ്റ്ററായിരുന്നു ഇമൽഡ സിസ്റ്റർ. തീർച്ചയായിട്ടും സിസ്റ്റർ പറയുമായിരുന്നു, നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെപ്പോഴും പറയുമായി. ദൈവതമ്പുരാൻ തൻ്റെ സമയമായപ്പോൾ സിസ്റ്ററിനെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രിയപ്പെട്ട സിസ്റ്ററിലൂടെ സഭയ്ക്കും പൊതുസമൂഹത്തിനും ലഭ്യമായ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയാം. ഈ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് നല്ല
പോകാത്ത നല്ല ഉന്നതി ഇടപെടാതെ അർപ്പിക്കുവാൻ യോഗ്യരായി തീരണമേ. വിവേകിയായ ശ്രദ്ധാവും നാശത്തിൽ വിതയ്ക്കപ്പെട്ട പരേതരെ നാശമില്ലായ്മയിൽ ഉയർപ്പിക്കുന്ന യഥാർത്ഥ പുനരുദ്ധാരകനുമായ കർത്താവിന് സ്തുതി. ചിതരവിയും ബലഹീനങ്ങളുമായ സ്ത്രീകളെ ശക്തി ധരിപ്പിക്കുന്നവൻ, ആത്മാക്കളെ അവകാശമുള്ള ശരീരങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നവനും, അപമാനകരമായ അവസ്ഥയിൽ നിദ്ര പ്രാപിച്ചവരെ മഹിമയിൽ ഉയർപ്പിക്കുന്നവനുമായ തനിക്ക് തന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിൽ ഞങ്ങളുടെ അനുഷ്ഠാനം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുയോഗമോ മരണരഹിതനും ഒരിക്കലും അഴിഞ്ഞു പോകാത്തവനുമായ ദൈവമേ, അഴിഞ്ഞു പോകുന്നതും മരണത്തിന് അധീനവുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ കർത്താവ് നിർമ്മാതാവുമായ ദൈവമേ, ഋജുമാനുഷ്യരുടെ ആശ്രയമേ, നീതിമാന്മാരുടെ പ്രത്യാശയുമേ, ശരീരത്തിൽ ഇരിക്കുന്നവരുടെയും ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരുടെയും ആത്മാക്കളും ചൈതന്യവും നീ മൂലമാണല്ലോ നിലനിൽക്കുന്നത്. എല്ലാവരുടെയും രക്ഷയ്ക്കും സഹായത്തിനുമായി നീ മുൻകൂട്ടി കരുതുന്നവരുമാണല്ലോ. ഇഹലോക ജീവിതത്തിൽ ഓരോരുത്തർക്കും പ്രയോജനമുള്ളവയെന്നും എപ്പോഴാണ് ഓരോരുത്തരും ഇവിടെ നിന്ന് വാങ്ങിപ്പോകുന്നതെന്നും നീ അറിയുന്നുവല്ലോ. നിന്റെ പരിപാലനയുടെ അഗ്രാഹ്യമായ തീർപ്പുകളും നിന്റെ നീതിയുടെ അളക്കാനാവാത്ത ആഴവും അനുസരിച്ച് ഈ ആത്മാവിനെ ദയാനികമ്പയുടെയും മാർദ്രകരുണയുടെയും സമൃദ്ധിക്കനുസരിച്ച് സ്വീകരിക്കണമേ. മറുലോകത്തിലേക്കുള്ള ഭയാനകമായ അതിന്റെ പ്രയാണത്തിൽ നേരിടാവുന്ന പ്രതികൂല ശക്തികളിൽ നിന്ന് വിടുവിച്ച് അതിനെ അനുയാത്ര ചെയ്യുന്ന പ്രശാന്തരായ മാലാഖമാരുടെ കൈകളാൽ നയിക്കണമേ. ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്നതും പാർക്കുന്നതും ഒരു നിമിഷം മാത്രമാണെന്നിരുന്നാലും സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ കളങ്കമില്ലാത്തവൻ ഒരുവം പോലും ഇല്ലാത്തതിനാൽ മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവ് കൂടാതെയും ഈ നിന്റെ ദാസി ചെയ്തിട്ടുള്ള സകല തെറ്റുകളും പാപങ്ങളും അളവില്ലാത്ത നിന്റെ ദയയിൻ പ്രകാരം ക്ഷമിക്കുകയും മോചിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ പൊടിയാണെന്നും പാപത്തിൽ കുടുങ്ങിയവരാണെന്നും ഓർത്ത് എല്ലാവരോടും കരുണയുള്ളവനായ കർത്താവേ, ഹൃദയപൂർവമായ ദുഃഖത്തോടുകൂടി ഞങ്ങൾ വിലപിക്കുന്നതിനാൽ നിന്റെ കൃപയും സ്നേഹമസൃണമായ ദയയും നീ ദാസിയോട് കാണിക്കണമേ. പ്രകാശത്തിന്റെ വാസസ്ഥലങ്ങളിലുള്ള സ്വർഗീയ വിശ്രമ സങ്കേതങ്ങളിലും സ്വർഗത്തിൽ പേടിതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ യഥാർത്ഥ ജെറുസലേമാകുന്ന സഭയിലും വസിക്കുവാൻ ഈ സന്യാസിനിക്ക് ഇടയാക്കണമേ. നിർവ്യാജമായ നിന്റെ വാക്കുകൾ അനുസരിച്ച് പരിശുദ്ധ മാലാഖമാർ മുഖാന്തരം സ്വർഗത്തിന്റെ 4 കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ശക്തിയിലും വലിയ മഹത്വത്തിലും ആകാശമേഘങ്ങളിൽ നീ ആഗതനാവുകയും ജീവദായകമായ നിന്റെ ശബ്ദത്താൽ കബറിലുള്ളവർ എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ നിന്നും വാങ്ങിപ്പോയ വേർപെട്ടുപോയ ഈ നിന്റെ ദാസിയെ കർത്താവേ, നീ കരുണയോടെ ഓർക്കണമേ. നിന്റെ ഭയങ്കരാനായാസത്തിന് മുമ്പാകെ ഞങ്ങളുടെ നിന്ദ്യമായ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ ഈ ദാസിയുടെയും ഞങ്ങളുടെയും ദുഷ്കൃത്യങ്ങളെ നിന്റെ കരുണ ആവരണം ചെയ്യണമേ. നിന്റെ പരിശുദ്ധ കരങ്ങളാൽ ഞങ്ങളെ നീ രൂപപ്പെടുത്തി കർത്താവേ, നിന്റെ ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ സൃഷ്ടിച്ചു. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ നിന്റെ ശരീരവും രക്തവും ഞങ്ങളിൽ കലർത്തി നിന്റെ പരിശുദ്ധ പീഡാനുഭവങ്ങളാൽ ഞങ്ങളെ നീ രക്ഷിച്ചു. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നീ വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ദുരിതം തന്നെ. നല്ലവനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കാരുണ്യവാനായ
വരുവാനിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. പാപങ്ങളാലും ദുഷ്പ്രവൃത്തികളാലും മലിനമാക്കപ്പെട്ടവർക്ക് ആക്ഷേപം കൂടാതെയുള്ള അന്ത്യവും നീ ആഗതനാകുന്ന ആദ്യ ദിവസത്തിൽ നിന്റെ മുമ്പാകെ മുഖപ്രസന്നതയും പ്രദാനം ചെയ്യണമേ. എന്തെന്നാൽ നീ എല്ലാവരോടും ദയയുള്ളവനും കരുണയുള്ളവനുമായ ദൈവമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും ആശ്രയിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. പറയുമോ കോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നയിക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. ഉയരേകുന്നവൻ രാജാ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട സിസ്റ്ററിന്റെ ആത്മാവിന്റെ മേൽ, നിങ്ങൾ ഓരോരുത്തരുടെ മേൽ നടക്കാതിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേൽ, ഇവിടേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളുടെ മേലും, ഈ ഭവനത്തിന്റെയും ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഇന്ന് എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനെ എതിരേൽക്കുവാനായി എപ്പോഴും ഒരുങ്ങിയിരുന്ന സിസ്റ്റർ വിജയന് വേണ്ടി ധൂപപ്രാർത്ഥന നടത്തിയ ബഹുമാനപ്പെട്ട തോമസ് മുകളിൽ അച്ഛൻ, അച്ഛനെ അടൂരി കഴിഞ്ഞ് വേഗം ഇടവകയുടെ വികാരിയാണ്. ഇത്രയും ദൂരെ യാത്ര ചെയ്ത് അച്ഛൻ ഇവിടെ വന്നതിൻ്റെ അർത്ഥം നമുക്ക് അച്ഛൻ്റെ വാക്കുകൾ തന്നെ മനസ്സിലായി. സേവന അച്ഛൻ അച്ഛൻ്റെ പുതിയ കുടുംബമായ നന്ദി അറിയിക്കുന്നു. മൃതരിടയിൽ
പറഞ്ഞു. രണ്ടാമൻ യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങളിത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കേണ്ട കവിത അനുദപിച്ചില്ല. മക്കളെല്ലാം തൻ കൃപ ചെയ്തതുപോലെ Bye.
എന്നെ വന്നു ഭരിക്കായി വാ, ഈ രാവിൽ കാക്ക
കർത്താവേ മറച്ചിടേ
കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കു മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്ത് നിന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മോഹത്തോടിനെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവന പരിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. ബാരക്കുമോർ സമൽക്കാലോ ക്രിയേലായിസു, ക്രിയേലായിസു, ക്രിയേലായിസു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ, എന്നേക്കും നിനക്ക് സ്തുതി. പാർക്കുമോ പർവ്വതീസാതന്നേ, വിശുദ്ധർ പാർപ്പിടം. പർവ്വതീസാതന്നേ, നയവാന്മാർ ദയരാ. പർവ്വതീസാതന്നേ, ഉരുവായോ ഭവനം. പർവ്വതീസാതന്നേ, വാടാത്ത ജീവൻ. പർവ്വതീസാതന്നേ, അക്ഷയമണവരാ. അവകാശിയാകും അവൻ തന്നെ ധന്യൻ. പ്രിയമുള്ളവരെ, മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട അനിൽകോശി അച്ഛനും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്ററെ സന്ദേശം സമർപ്പിച്ച് പ്രാർത്ഥന നടത്തും.
ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പ്രത്യക്ഷതയിൽ തന്റെ ആത്മാവിനെ തന്റെ വരവിങ്കൽ ഭൂമത്തെ നവീകരിക്കുകയും തന്റെ ശബ്ദത്താൽ മൃതരെ ജീവിപ്പിക്കുകയും തന്റെ കൽപ്പനയാ കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന സ്തുതിയെ തിരുവിഷ്ടപ്രകാരം താൻ അവരെ മുഖവും മരണമില്ലായ്മ അണിയിക്കുകയും ഉന്നത രാജ്യത്തിലേക്ക് തന്റെ ഭക്തരെ ഉയർത്തുകയും യോഗ്യതയേറിയ തന്റെ മണവറയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ ശ്രേഷ്ഠതയുടെ പ്രഭ കൊണ്ട് അവരെ പ്രശോഭിക്കുകയും തന്റെ മുഖപ്രകാശത്താൽ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വിസ്മയമായി പുനരുദ്ധാനകനായ സ്തുതിയെ തന്റെ ദാസിയായി സന്യാസിയുടെ പ്രാർത്ഥന നടത്തുന്ന ഈ സമയത്തും എല്ലാ സമയത്തും കാലങ്ങളിലും സമയങ്ങളും യോഗ്യമാകുന്നു. ജീവയുടെ തലവനും മരിച്ചവരുടെ നാഥനുമായ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചാലും ജീവിക്കും. ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നിൽ സങ്കേതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏതാത്മാവിനും ഞാൻ പുനരുദ്ധാനം ജീവനും രക്ഷണമാകുന്നു എന്ന് നിർവ്യാജമായ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, നിന്നുള്ള പ്രത്യാശയോടുകൂടി നിന്നെ പ്രാപിച്ച് ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന ഈ സന്യാസിയുടെ ആത്മാവിനെ ഇപ്പോൾ കൃപാപൂർവം സ്വീകരിച്ച് വാത്സല്യപൂർവ്വമായി ശുശ്രൂഷിച്ച് ധൈര്യപ്പെടുത്തണമേ. നിന്റെ അടുക്കിലേക്ക് വരുന്ന മാർഗത്തിൽ നിങ്ങളുടെ ആത്മാക്കളെ അപകരിക്കുവാനായി അന്തരീക്ഷത്തിലുള്ള ഇടങ്ങളിൽ പതിയിരിക്കുന്നവരെയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ നാശത്തിനായി ആഗ്രഹിക്കുന്നവരുടെയും സംഘങ്ങളിൽ നിന്ന് ഈ ദാസിയെ സംരക്ഷിച്ചുകൊള്ളണമേ. സമാധാന ദൂതന്മാർ മുഖേന നിന്റെ പരിശുദ്ധന്മാരുടെ സൗഭാഗ്യ ഭവനങ്ങളിലേക്ക് ഈ ദാസിയെ നയിക്കണം. പരിശുദ്ധനായ ദൈവമേ, നിന്റെ ദാസിയോട് കരുണ ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ വിശ്വസിച്ചുള്ള ഈ ദാസിയെ രക്ഷിച്ചുകൊള്ളണമേ. കൃപയുള്ളവനായ ദൈവമേ, ഈ ദാസിയെ ഏറ്റുപറയും നിന്റെ സ്ലീബായും ഈ നവജീവന്റെ അച്ചാരമായി നിന്റെ ശരീരത്തിൽ നിങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളവരെ നീ ഉപേക്ഷിക്കരുതേ. പ്രകാശവസ്തുവിന്റെ മുദ്രയും നിന്റെ ദാസിയിൽ നിന്ന് എടുത്തുകളയരുതേ. കന്യാത്വം, ദാരിദ്ര്യം, അനുസരണം എന്നീ വൃത്തങ്ങളാൽ നിനക്ക് പൂർണ്ണമായി സമർപ്പിതമായിരുന്ന ഈ ദാസിയെ നീ തള്ളിക്കളയരുതേ. നിന്റെ രാജ്യത്തുള്ള വാക്കിൽ നിന്ന് ദൂരെ അട്ടികളയുന്ന കഠിന ശബ്ദം ഈ ദാസി കേൾക്കുവാനിടയാകരുതേ. രണ്ടാം മരണം അനുഭവിക്കുവാൻ പോവുക, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാൻ ഈ ദാസി ഇങ്ങനെ സംഗതിയാകരുതേ. ഈ മരണം വിശ്വാസികൾക്ക് ഒരു ഉറക്കം മാത്രമാണല്ലോ. കർത്താവേ, അറിവോടാ ഈ ദാസി ചെയ്തിട്ടുള്ള തെറ്റുകൾ ഇപ്പോൾ നീ പരിഹരിക്കണമേ. നിന്റെ രക്ഷയുടെ തുറമുഖത്ത് ബുദ്ധിമതികളായ കന്യകമാരുടെ ആത്മാവിന്റെ കൂട്ടത്തിൽ ഈ ദാസിയെ ക്രമീകരിക്കണമേ. ഈ ദാസിക്ക് വേണ്ടി നിന്നോട് നിന്നുള്ള
അപേക്ഷിക്കുന്നു. പാപികളായ ഞങ്ങളുടെ നല്ല നടപടികളിലും വിശുദ്ധമായ പെരുമാറ്റങ്ങളിലും ശക്തി നൽകി സഹായിക്കണമേ. പാവരഹിതമായ നിര്യാണത്തിനും ശുഭമായ അന്ത്യത്തിനും ഞങ്ങളെ ഒരുക്കണമേ. വായുമണ്ഡലത്തിലെ ഉപദ്രവകാരികളായ എതിർപ്പുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ കരുണയും ചെറുകളുടെ കീഴിൽ ഞങ്ങളെ രക്ഷിക്കുകയും ദുഃഖങ്ങളും നെടുവെപ്പുകളുമില്ല നിന്റെ സന്തോഷഭവനങ്ങളിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യണമേ. ഈ ലോകം അവസാനിക്കുകയും ലോകം ആരംഭിക്കുകയും ചെയ്യുന്ന അവസാനത്തെ ആദിത്യതുമായ മഹാദിവസത്തിൽ നിന്റെ രക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവയോഗ്യമാകണമേ. നിന്റെ ദർശനത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്ത് ഞങ്ങളെ പന്തിയിരിക്കണമേ. നിന്റെ പുഷ്ടിയേറിയ മേച്ചിസ്ഥലങ്ങളിൽ ഞങ്ങളെ മേയിച്ചു കൊള്ളണമേ. നിന്റെ പെരുന്നാൾ ആഘോഷത്തിൽ നിലനിൽക്കുന്നവരാ എല്ലാ രക്ഷിത സംഘത്തോടും കൂടെ ഞങ്ങളെയും നിർത്തണമേ. നിന്റെയും കാരണവനായി നിന്റെ പിതാവേ വിശ്വാസികളെ ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെയും കൃപയാൽ മനുഷ്യ സ്നേഹത്താലും നിന്റെ ഭവനത്തിലെ സമൃദ്ധിയാൽ ഞങ്ങളെ ഘോഷിപ്പിക്കണമേ. നിങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവും എപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കണം. ദിനത്തിൽ നടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ സംസർഗവും അവവാസവും നാം ഇന്നാലെ ഓർത്ത് പ്രാർത്ഥിച്ചു. ആയുടെ ആത്മാവിന്റെ മേലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപ്രകാരമാണ് പറയുക,
എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കും. ഈ പിള്ളാമയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ഒരു നിഷ്കളങ്കമായ പുഞ്ചിരിയോടുകൂടി മകനെ എന്ന് വിളിക്കുന്ന ആ മുഖമാണ്. പിരപ്പങ്കോട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഇമിൾഡാമ. പൗരോഹിത്യം പിച്ചവെച്ച് തുടങ്ങിയ കാലഘട്ടത്തിൽ പൗരോഹിത്യവും സന്യാസവും ഒക്കെ എങ്ങനെ ജീവിക്കണമെന്ന് ഈ അമ്മയിലൂടെ കണ്ടുപഠിക്കുവാനായിട്ട് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. ഈ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരുപാട് കൃപകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഈ അമ്മയുടെ. സന്യാസ ജീവിതത്തിൽ എളിമയോടുകൂടെ ജീവിക്കുവാനായിട്ട് വലിയൊരു മാതൃക ഈ അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. ഏത് സഹനങ്ങൾ വരുമ്പോഴും വേദനകൾ വരുമ്പോഴും നടക്കുവാനായിട്ട് ബുദ്ധിമുട്ടുമ്പോഴും പല പ്രാവശ്യങ്ങളിൽ പല വേദനകൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും അതെല്ലാം തൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന സഹനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെറുപുഞ്ചിരിയോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും ആ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര വയ്യെങ്കിലും വിശുദ്ധ കുർബാനയിൽ കടന്നു വരികയും എല്ലാ പ്രേയറുകൾക്കും ആ ചാപ്പലിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്, അവിടേക്ക് കടന്നു വന്ന് ആ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അമ്മ ഒരേപോലെ എല്ലാവരെയും, ഞങ്ങൾ അവിടെയായിരുന്ന പുരോഹിതരെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുവാനായിട്ട് അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വാത്സല്യമായാലും സ്നേഹമായാലും ഒരു അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരെയും വിളിക്കുക മകനെ മകനെ മോനെ എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്. അത്രമാത്രം ഒരു സ്നേഹം ഈ അമ്മ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ അവിടുന്ന് 3 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് പോയപ്പോഴും വയ്യാതാകുന്ന ആ ദിവസം വരെ എന്നെ എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യുകയും എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു സാന്നിധ്യം കൃപയും ഒക്കെ ഒരു മാതൃകയായി എൻ്റെ ജീവിതത്തിൽ ഈ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്. ആദ്യകാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കടന്നു വന്ന വേദനകളിൽ ഈ അമ്മയോട് ഞാൻ ചെന്ന് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മയെ അനുഭവിച്ച ആ വേദന സഹനങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് ആ സഹനങ്ങളിലൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രമാത്രം സ്നേഹിച്ച ഈ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഞാൻ ഇവിടേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഈ എമിൾഡാമ്മയുടെ വേണ്ടി ബലി അർപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. അത്രമാത്രം ഒരു സ്നേഹബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ഏത് വിശേഷ ദിവസങ്ങളിലും ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചുകൊണ്ട് വിളിക്കും, എടാ നീ എവിടെ വാ. അങ്ങനെ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് തന്ന് എല്ലാവരെയും ഒരേപോലെ കാണുവാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിച്ചു. ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച ഈ അമ്മയുടെ ആത്മാവ് ഉറപ്പായും സ്വർഗത്തില് ഈശോ ഒരുക്കിയ ഭുവനത്തിൽ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിന്റെ വലതുഭാഗത്ത് ഈ അമ്മയുടെ ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഇനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാൾ കൂടി ഈശോയുടെ സന്നിധിയിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം.
എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മൗണ്ട് കർമ്മൽ ധ്യാന കേന്ദ്രത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഡാനിയൽ പൂണത്തിലച്ഛൻ്റെയും പേരിലുള്ള എല്ലാ അനുശോചനങ്ങളും ഈ നിമിഷം ഞാൻ നേരുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താൽക്കാലികമായ ജീവിതത്തിൽ നിന്നും വേർവിട്ട് സ്വർഗീയ മണവാളന്റെ സന്നിധി ചേരുന്നതിനായി ഈ ആത്മാവിന് വേണ്ടി സിസ്റ്റർമിഡായിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദുഃഖപ്രാർത്ഥന നടത്തിയ അനുശോചനം അറിയിച്ച ബഹുമാനപ്പെട്ട അനിൽകോശേഷൻ അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് അമ്മ എന്ന പ്രയോഗത്തിലൂടെ എല്ലാം ഞങ്ങൾ ഉൾക്കൊണ്ടു. വിശുദ്ധമായ അമ്മ മകൻ ബന്ധം സ്നേഹ